നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. വാഴൂർ ഫാർമേഴ്സ് ബാങ്കിന് ഇനി പുതിയ ഹെഡ് ഓഫീസ് മന്ദിരം. സഹകരണ ബാങ്കുകൾ നാടിന്റെ നട്ടെല്ലെന്ന് മന്ത്രി വി.എൻ. വാസവൻ. ദൈവമാതാവിന്റെ അനുഗ്രഹം തേടി നാട് മണർകാട്ടേക്ക് നട തുറന്നു. നേർച്ചവിളമ്പിൽ പങ്കെടുത്ത് പതിനായിരങ്ങൾ. ആറന്മുള വള്ളസദ്യയ്ക്കുള്ള ചേനപ്പാടിക്കരക്കാരുടെ പാളത്തൈര് സമർപ്പണം ശനിയാഴ്ച രാവിലെ കിഴക്കേക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും നാമസങ്കീർത്തന ഘോഷയാത്ര. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് പ്രിൻസ് ലൂക്കോസ് അന്തരിച്ചു. നിര്യാണം ഹൃദയാഘാതത്തെ തുടർന്ന്. വാർത്തകൾ വിശദമായി. വാഴൂർ ഫാർമേഴ്സ് ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസ് മന്ദിരം തുറന്നു. സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ മന്ദിരം ഉദ്ഘാടനം ചെയ്തു. വാഴൂർ ഫാർമേഴ്സ് ബാങ്കിന്റെ ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച ഹെഡ് ഓഫീസ് മന്ദിരം നാടിന് സമർപ്പിച്ചു. സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. സഹകരണ ബാങ്കുകൾ നാടിന്റെ നട്ടെല്ലാണെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. കൺസ്യൂമർ ഫെഡും അതുപോലെ സപ്ലൈകോയും സാധനങ്ങൾ വിപണിയിൽ എത്തിച്ചു. ഓണം വരാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ തന്നെ അതിനാവശ്യമായ വിഭവങ്ങൾ ഗവൺമെന്റ് ഒരുക്കി. പെൻഷൻ കൃത്യമായി കൊടുത്തു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക്, ഹരിതകർമ്മസേനയ്ക്ക്, സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക, ഇങ്ങനെ നാനാതരത്തിലുള്ള വിഭവങ്ങൾ ആദ്യം സാമ്പത്തിക രൂപത്തിൽ ഒരുക്കി കൊടുത്തതിന് ശേഷമാണ്. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷനായി. യോഗത്തിൽ പുളിക്കൽ കവലയിലും കൊടുങ്ങൂരിലുമുള്ള സോളാർ പ്ലാന്റുകളുടെ ഉദ്ഘാടനവും നടന്നു. ഇതോടൊപ്പം നിക്ഷേപകർക്കുള്ള ആക്സിഡന്റൽ ഇൻഷുറൻസ് പദ്ധതിയും തുടങ്ങി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ സോളാർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. വാഴൂർ ബ്ലോക്ക് പ്രസിഡന്റ് മുകേഷ് കെ മണി, പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് വെട്ടുവേലി, ജില്ലാ പഞ്ചായത്ത് അംഗം TN ഗിരീഷ് കുമാർ, ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബെജു കെ ചെറിയാൻ, സംസ്ഥാന സഹകരണ യൂണിയൻ അംഗം KM രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. 8 നോമ്പിന്റെ വിശുദ്ധിയിൽ ദൈവമാതാവിന്റെ അനുഗ്രഹം തേടി പതിനായിരങ്ങൾ. മണർകാട്ടമ്മയുടെ നടതുറക്കലിന് പതിനായിരങ്ങളാണ് പള്ളിയിലേക്ക് എത്തിയത്. പ്രാർത്ഥനകൾ ഉരുവിട്ട് നിന്ന വിശ്വാസി സഹസ്രങ്ങൾക്ക് ദർശന സൗഭാഗ്യമായി മണർകാട് മർത്തമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിലെ നട തുറന്നു. പ്രാർത്ഥനയോടെ മദ്ബഹയിലെ വിരി നീങ്ങിയതോടെ പരിശുദ്ധ ദൈവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രം ദർശിച്ച് വിശ്വാസികൾ പ്രാർത്ഥനയിൽ അലിഞ്ഞു ചേർന്നു. പെരുന്നാളിന്റെ 7ാം ദിനമായ ഇന്നലെ മധ്യാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷമായിരുന്നു നട തുറക്കൽ. ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വ്രതശുദ്ധിയോടെ നോമ്പ് നോറ്റെത്തിയവർക്ക് പുണ്യമേകിയാണ് കത്തീഡ്രലിൽ പരിശുദ്ധ ദൈവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രം സ്ഥാപിച്ച നട തുറന്നത്. വിശുദ്ധ ദൈവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രം ദർശിക്കുന്നതിനും ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനും നാനാജാതി മതസ്ഥരായ ആയിരക്കണക്കിന് വിശ്വാസികൾ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പള്ളിയിൽ എത്തിയിരുന്നു. നടതുറപ്പ് സമയത്ത് വൻ തിരക്കാണ് പള്ളിക്ക് അകത്തും പുറത്തും അനുഭവപ്പെട്ടത്. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വിശുദ്ധ ദൈവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രം പൊതുദർശനത്തിനായി തുറക്കുന്നത്. ഇന്ന് പ്രധാന പെരുന്നാൾ ആഘോഷമാണ്. സ്ലീബ പെരുന്നാൾ ദിനമായ ഈ മാസം 14-ന് വൈകിട്ട് 5 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയോടെ നടയടയ്ക്കും. ന്യൂസ് ബ്യൂറോ, മണർകാട്. 8 നോമ്പ് പെരുന്നാളിന് മണർകാട്ട് സമാപനമായി. ആയിരക്കണക്കിന് വിശ്വാസികൾ കുർബാനയിലും നേർച്ചവിളമ്പിലും പങ്കെടുത്തു. മിഴിനീരോടെ പ്രാർത്ഥനകൾ ഉരുവിട്ട് നിന്ന വിശ്വാസ സമൂഹത്തിനു മുന്നിൽ അനുഗ്രഹം ചൊരിഞ്ഞ് മണർകാട്ടമ്മ. മണർകാട് മർത്താമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിലെ 8 നോമ്പ് ആചരണത്തിന് സമാപനമായി. സമാപന ദിവസമായ ഇന്ന് രാവിലെ മുതൽ ദേവാലയത്തിലേക്ക് വിശ്വാസികളുടെ പ്രവാഹമായിരുന്നു. 8 നോമ്പെടുത്ത് കാത്തിരിക്കുന്ന വിശ്വാസികൾക്ക് അനുഗ്രഹ ദർശനമായി മണർകാട്ട് ദൈവമാതാവ്. രാവിലെ കരോട്ടെപ്പള്ളിയിൽ വിശുദ്ധ കുർബാന നടന്നു. തുടർന്നായിരുന്നു പ്രഭാത നമസ്കാരം. അങ്കമാലി ഭദ്രാസന പെരുമ്പാവൂർ മേഖല മെത്രാപ്പൊലിത്ത മാത്യൂസ് മോർ അപ്രേം കുർബാന അർപ്പിച്ചു. പുരോഹിതന്മാർ
ചാണ്ടി ഉമ്മൻ MLA പ്രാർത്ഥനകളിൽ പങ്കാളിയായി അനുഗ്രഹം തേടി. കരോട്ടെ പള്ളി ചുറ്റിയുള്ള പ്രദർശനത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ മുത്തുക്കുടകളും ഏന്തി പങ്കെടുത്തു. തുടർന്ന് നേർച്ച വിളമ്പോടെ 8 നോമ്പിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി വള്ളസദ്യയ്ക്ക് ആവശ്യമായ ചേനപ്പാടി കരക്കാരുടെ പാളത്തൈര് സമർപ്പണം ശനിയാഴ്ച നടക്കും. രാവിലെ 8:30 കിഴക്കേക്കര ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും പാളത്തൈരുമായുള്ള ഘോഷയാത്ര ആറന്മുള ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. ചരിത്രപ്രസിദ്ധമായ തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഭാരതത്തിലെ 108 വൈഷ്ണവ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനമായ അഷ്ടമിരോഹിണി നാളിൽ നടക്കുന്ന വള്ളസദ്യയിൽ വിളമ്പുന്നതിനാവശ്യമായ ചേനപ്പാടി കരക്കാരുടെ പാളത്തൈര് സമർപ്പണം ശനിയാഴ്ച നടക്കും. രാവിലെ 8:30 ചേനപ്പാടി കിഴക്കേക്കര ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും പാളത്തൈരുമായുള്ള നാമസങ്കീർത്തന ഘോഷയാത്ര പുറപ്പെടും. ഇളങ്കാവ് ഭഗവതി ക്ഷേത്രം, ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, ഇടയാറ്റുകാവ് ദേവീക്ഷേത്രം, പൂതക്കുഴി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കണ്ണമ്പള്ളിൽ ശ്രീ ഭഗവതി ക്ഷേത്രം, കുറ്റിക്കാട്ടുകാവ് ദേവീക്ഷേത്രം, കിഴക്കേക്കര ശ്രീ ഭഗവതി ക്ഷേത്രം, ശ്രീ പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം, ശ്രീ മഹാലക്ഷ്മി കാണിക്ക മണ്ഡപം എന്നിവിടങ്ങളിൽ വഴിപാടുകൾ നടത്തിയ ശേഷമാണ് നാമസങ്കീർത്തന ഘോഷയാത്ര നടത്തുന്നതെന്ന് മുഖ്യ രക്ഷാധികാരിയായ ഗരുഡധ്വജാനന്ദ സ്വാമി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ വള്ളങ്ങളും അഷ്ടമിരോഹിണിക്ക് വരും. എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വള്ളങ്ങളെല്ലാം, എല്ലാ കരയിൽ നിന്നുള്ള വള്ളങ്ങളെല്ലാം അന്ന് സന്നിഹിതരാണ്. എല്ലാ കരയിലെ ആൾക്കാരും വരും. നമ്മുടെ ഈ പ്രദേശത്തുള്ള എവിടെ നിന്ന് എത്ര ആൾക്കാർ ചെന്നാലും അവർക്കെല്ലാം അന്ന് ഭഗവാന്റെ പ്രസാദം കൊടുക്കുന്ന ഒരു പതിവാണ് തിരുവാറന്മുള ഉള്ളത്. അന്ന് ആ പ്രദേശം മുഴുവൻ ഭക്തജനങ്ങളാൽ നിറയും. എല്ലാവർക്കും അല്പം എന്തെങ്കിലും പ്രസാദം കിട്ടിയാൽ മതി എന്നുള്ള മട്ടിലേക്ക് മാറും. കുറച്ചെങ്കിലും അവസാനമൊക്കെ എത്തുന്നവർക്ക് എന്തെങ്കിലും പ്രസാദങ്ങളായിരിക്കും കിട്ടുന്നത്. അങ്ങനെയുള്ള വള്ളസദ്യയ്ക്ക് വേണ്ടിയാണ് 1500 ലിറ്റർ തൈരാണ് ചേനപ്പാടിക്കരയുടെ വകയായി സമർപ്പിക്കുന്നത്. അഷ്ടമിരോഹിണി വള്ളസദ്യയ്ക്ക് ആവശ്യമായ 1500 ലിറ്റർ തൈര് ചേനപ്പാടിക്കരക്കാരുടെ ചുമതലയിലാണ് ആറന്മുളയിൽ എത്തിച്ചു നൽകുന്നത്. വാഴൂർ തീർത്ഥപാദാശ്രമത്തിൽ നിന്നാണ് തൈര് സമാഹരിച്ചു നൽകുന്നത്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് രാജപ്പൻ നായർ കോയിക്കൽ, വൈസ് പ്രസിഡന്റ് സുരേഷ് നാഗമറ്റത്തിൽ, സെക്രട്ടറി KS ജയകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തി ദിനം നാടെങ്ങും ആഘോഷിച്ചു. വിവിധ ഗുരുദേവ മന്ദിരങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ഘോഷയാത്ര നാടിനെ പീതവർണ്ണത്തിലാഴ്ത്തി. ശ്രീനാരായണ ഗുരുവിന്റെ 171ാം ജയന്തി നാടെങ്ങും ആഘോഷിച്ചു. കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ജയന്തി ദിന ഘോഷയാത്ര നടന്നു. SNDP യോഗം പൊൻകുന്നം ശാഖയുടെ നേതൃത്വത്തിൽ നടന്ന ജയന്തി ഘോഷയാത്ര പൊൻകുന്നത്തെ മഞ്ഞക്കടലാക്കി. പൊൻകുന്നം ഗുരുദേവ ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര പൊൻകുന്നം ടൗൺ ചുറ്റിയ ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. വാദ്യമേളങ്ങളുടെ അകമ്പടി നടന്ന ഘോഷയാത്രയിൽ നൂറുകണക്കിന് ശ്രീനാരായണീയർ പങ്കെടുത്തു. വിവിധങ്ങളായ കലാരൂപങ്ങളും നിശ്ചലദൃശ്യങ്ങളും ഗുരുദേവരക്ഷയും അകമ്പടി സേവിക്കുന്ന യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവ തീർത്ഥാടനങ്ങളുടെ 121ാം തിരുജയന്തി മഹോത്സവ മഹാഘോഷയാത്രയില കടന്നു വരികയാണ്. വിവിധ രൂപങ്ങളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് പ്രിൻസ് ലൂക്കോസ് അന്തരിച്ചു. 53 വയസ്സായിരുന്നു. വേളാങ്കണ്ണിയിൽ നിന്നും കോട്ടയത്തേക്കുള്ള യാത്രക്കിടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. മൃതദേഹം കോട്ടയത്തെത്തിച്ചു. കോട്ടയം ബാറിലെ അഭിഭാഷകനായിരുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഉന്നതാധികാര സമിതി അംഗമാണ്. മറ്റക്കര നെല്ലിക്കുന്ന് പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വിപുലമായ ഓണാഘോഷം നടത്തി. ഇതോടൊപ്പം മെറിറ്റ് ഡേയും നടന്നു. മറ്റക്കര നെല്ലിക്കുന്ന് പബ്ലിക് ലൈബ്രറിയുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ മത്സര പരീക്ഷകളിൽ വിജയിച്ചവരെ ആദരിച്ചു. വിവിധ കലാകായിക മത്സരങ്ങളും അത്തപ്പൂക്കള മത്സരവും സൗഹൃദ വടംവലി മത്സരവും നടത്തി. വടംവലി മത്സരത്തിൽ കിളിയൻകുന്ന് ടീം ജേതാക്കളായി. സമാപന സമ്മേളനം അകലക്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് MS രാജു അധ്യക്ഷനായിരുന്നു. ലൈബ്രറി സെക്രട്ടറി സന്ദീപ് R, ലൈബ്രറി വൈസ് പ്രസിഡന്റ് ഗിരിജ രാജനൻ, വാർഡ് മെമ്പർമാരായ സീമ പ്രകാശ്, ശ്രീലത ജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോക് കുമാർ പൂതമന, ഹരികുമാർ മറ്റക്കര, ശരത് പാലമല തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കരോക്കെ ഗാനമേളയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. മലങ്കരയിലെ മാർത്തോമ നസ്രാണി സമുദായത്തിന്റെ ഐക്യത്തിന് പ്രവർത്തിച്ച ഗവർണർ
പാറേമാക്കൽ മാർത്തോമ കത്തനാരുടെ 290-ാം ജന്മദിനാഘോഷം സെപ്റ്റംബർ 10 നടക്കും. ജന്മസ്ഥലമായ കടനാട്ടിൽ വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പാലാ രൂപതാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട്, കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ചെയർമാൻ അലക്സിയോസ് മാർ യൗസേബിയൂസ് എന്നിവർ പങ്കെടുത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വികാരി ജനറൽ ജോസഫ് മലേപ്പറമ്പിൽ, ഫാദർ സിറിൽ തയ്യിൽ, സെന്നിച്ചൻ കുര്യൻ, ബിനു വള്ളംപുരയിടം, ബെന്നി ഈന്തനാക്കുന്നേൽ, തോമസ് കാവുംപുറം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കടനാട് ഇടഭാഗമായ പാറേമാക്കൽ ഗവർണർ അദ്ദേഹത്തിൻ്റെ 290-ാം ജന്മശതാബ്ദി ആഘോഷിക്കുക. അടുത്ത ബുധനാഴ്ച 5 മണിക്കാണ് അതിൻ്റെ ആഘോഷം നടക്കുക. കടനാട് പള്ളിയിൽ വെച്ചാണ് ആഘോഷം. ആ ആഘോഷത്തിൽ പാലാ രൂപതയിലെ അഭിനന്ദ പിതാവ് ജോസഫ് കൺവീനർ പിതാവും, പിന്നെ അതുപോലെ തന്നെ ഐക്യ ACC സഭൈക്യത്തിൻ്റെ കൗൺസിലിൻ്റെ പ്രസിഡന്റ് അഭിമന്യ അലക്സിയോസ് മാർ യൂസേബിയൂസ് പിതാവ് കോട്ടയത്ത് നിന്ന് അദ്ദേഹവുമാണ് സംബന്ധിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാഴൂർ ഫാർമേഴ്സ് ബാങ്കിന് ഇനി പുതിയ ഹെഡ് ഓഫീസ് മന്ദിരം. സഹകരണ ബാങ്കുകൾ നാടിന്റെ നട്ടെല്ലെന്ന് മന്ത്രി VN വാസവൻ. ദൈവമാതാവിന്റെ അനുഗ്രഹം തേടി നാട് മണർകാട്ടേക്ക് നട തുറന്നു. നേർച്ചവിളമ്പിൽ പങ്കെടുത്ത് 10,000. ആറന്മുള വള്ളസദ്യയ്ക്കുള്ള ചേനപ്പാടിക്കരക്കാരുടെ പാളത്തേര് സമർപ്പണം ശനിയാഴ്ച രാവിലെ കിഴക്കേക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും നാമസങ്കീർത്തന ഘോഷയാത്ര. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് പ്രിൻസ് ലൂക്കോസ് അന്തരിച്ചു. നിര്യാണം ഹൃദയാഘാതത്തെ തുടർന്ന്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.